Hello friends, welcome back to pori kitchen. I am Milu. Now, we will restaurant caramelized chicken fry. Color on cherkada engane veetil nannayittu cook cheyidedukkam ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ആ ഒരു ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 3/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് ചതച്ചത് ട്ടോ. പൊടിച്ചത് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം. ചതച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഇത് ഒത്തിരി ഒരു സ്പൈസി ആയിട്ടുള്ള ഡിഷൊന്നുമല്ല. അപ്പോൾ എരിവുള്ള മുളക് പൊടി ചേർക്കണമെന്നുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഡാർക്ക് സോയ സോസാണ് എൻ്റെ കയ്യിലുള്ളത്. അത് 1 ടീസ്പൂൺ ഞാൻ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തിട്ട് സ്പൂൺ കൊണ്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു ചെറിയ പീസ് നാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതേപോലെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം മാരിനേഷന് വേണ്ടി നമ്മൾ കുറച്ച് മസാല ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് സ്പൂണ് മാറ്റിയിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് കുഴച്ച് കൊടുക്കുക. ചിലർക്ക് സ്പൂണിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, അങ്ങനെയുള്ളവർ അത് യൂസ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പോൾ മാത്രമേ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 4-5 മിനിറ്റിൽ കൂടുതൽ ഒന്ന് കുഴക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു പാനിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം തീ കുറച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ 2 വശം നന്നായിട്ട് മൊരിച്ചെടുക്കണമേ. അപ്പോൾ നമ്മൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കളർ വരാനായിട്ട് എന്താണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഞാൻ ഇതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. അതേപോലെ നമ്മൾ റെസിപ്പി ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ പോരാ. അത് എപ്പോൾ ചേർക്കുന്നു എന്നുള്ളത് കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് പോകാൻ. അതായത് സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണുന്നവർ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തു എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കളറിൽ കിട്ടില്ല. അതിൻ്റെ കുക്കിങ് കറക്റ്റായിട്ട് വരുമ്പോഴാണ് ആ ഒരു കളറിലേക്ക് നമുക്ക് എത്തുന്നത്. കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അയ്യോ അതുപോലെ വന്നില്ലല്ലോ എന്ന് പറയുന്നതിനേക്കാൾ ഭേദം ആ റെസിപ്പി ഫുള്ളായിട്ട് കാണുകയാണ്. അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശദമായി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഫ്രൈ ചെയ്യാനായിട്ട് ഒത്തിരി വെളിച്ചെണ്ണ എടുക്കേണ്ട. കാരണം നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ സവോളയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിന് പാകത്തിനുള്ള വെളിച്ചെണ്ണ മതി, ഒരുപാട് കോരി ഒഴിക്കേണ്ട. നമ്മൾ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് 2 വലിയ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. അത് ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു 2 പച്ചമുളക് കേട്ടോ. ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടാവും. 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വെന്ത് കുഴയുന്നവരെയൊന്നും ഞാൻ വഴറ്റിയെടുക്കുന്നില്ല. അത്യാവശ്യം ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണയിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ലാസ്റ്റാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും കണ്ടോ സവോള ഒത്തിരി ഒന്നും വാടിയിട്ടില്ല. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാം. അപ്പോഴും ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് പെരിഞ്ചീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചിക്കനിൽ പെരിഞ്ചീരകം പൊടിച്ചൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, കാശ്മീരി ചില്ലി, പിന്നെ ഒരു ഇച്ചിരി എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് ഇപ്പോൾ നമ്മളുടെ ആ ഒരു ചിക്കൻ ഇരിക്കുന്നത്. അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സിമ്പിളാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയെടുക്കാൻ. വളരെ കുറച്ച് സമയം മതി, പക്ഷെ ഭയങ്കര ടേസ്റ്റാണിത്. നല്ല കരിമുരായിരുന്ന് കുട്ടികൾക്കൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഡാർക്ക് സോയ സോസാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് സോയ സോസാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ടീസ്പൂണോ 2.5 ടീസ്പൂണൊക്കെ ചേർക്കാം. അപ്പോൾ ഞാൻ എൻ്റെ സ്പൂൺ ചെറുതായതുകൊണ്ട് ഒരല്പം കൂടി ചേർത്തിട്ടുണ്ട്. ശരിക്കും 1 ടീസ്പൂണാണ് നമ്മൾ ഓൾറെഡി ചേർത്തേക്കുന്നത്. ഇനി അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് ടൈം സിമ്മിലിട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 4-5 മിനിറ്റ് ഈ ഒരു മിക്സിങ് നന്നായിട്ട് ചെയ്യണം കേട്ടോ.
ഇനി നമ്മൾ സോയ സോസ് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം സോയ സോസൊക്കെ വരുമ്പോൾ അതിൽ സോസിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ല ഉപ്പ് എല്ലായിടത്തേക്കും എത്തില്ല. അപ്പോൾ ദാ ഒരു 4-5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ കളറ് കണ്ടോ, നല്ല അടിപൊളി കളറായിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു കളറൊന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ. നല്ല ടേസ്റ്റായിട്ട് ചോറിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തി ഇടിയപ്പത്തിൻ്റെ കൂട്ടത്തിൽ വെറുതെ കഴിക്കാനായിട്ട്. അത് ഗ്രേവി വേണ്ടാതെ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ഗ്രേവി ഇഷ്ടമില്ലാത്തവർക്ക് കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അങ്ങനെ നല്ല ടേസ്റ്റാണ്, നമുക്കിത് വെറുതെ കഴിക്കാം. അപ്പോൾ ഞാൻ സെർവ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഇത് ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.